ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. വലിയ അഴിച്ചുപണിയാണ് പോലീസ് വകുപ്പിൽ മുഴുവനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. മുൻ DGP ആയിട്ടുള്ള ഹേമചന്ദ്രനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉപദേഷ്ടാവായിട്ട് ഒക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. പിണറായിക്ക് 8ന്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇപ്പം വിലയിരുത്തലുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ സമൂഹത്തിൽ നിർണയിക്കുന്നത് അല്ലെങ്കിൽ പ്രതിച്ഛായ നിർമ്മിക്കുന്നത് പോലീസാണ്. ബാക്കി വകുപ്പുകളിലൊക്കെ എന്തൊക്കെ തന്നെ നടന്നാലും അത് പൊതുജനങ്ങളുടെ മനസ്സിൽ അത് വലിയൊരു ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ പോലീസിൽ എൻ്റെ ചെറിയ തെറ്റുപോലും പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കാൻ ഈ ഒരൊറ്റ വകുപ്പിന് പറ്റും. പക്ഷെ അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസിനെ നമുക്കറിയാം, ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട രക്ഷാപ്രവർത്തനം നടത്തിയത് 2 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതാണ് പിണറായിയെ സംബന്ധിച്ച് ഏറ്റവും അധികം നിർണായകമായ ഒരു വിഷയം. ഇത് ഗൺമാന അല്ലെങ്കിൽ ഗൺമോൻ എന്ന് പറയും. പണ്ട് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗൺമാനെ ഗൺമോൻ ഗൺമോൻ എന്നിങ്ങനെ അധിക്ഷേപിക്കുമായിരുന്നു. ഒരുപാട് ലൈംഗിക ചുവയുള്ള ആരോപണങ്ങളൊക്കെ അയാളെയും ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അച്യുതാനന്ദൻ ഉന്നയിച്ചിരുന്നു. അതുപോലൊരു ഗൺമോനാണ്. അതുപോലെ ഒന്നല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരോപണ വിധേയനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായിയുടെ കാലത്ത് 2 പേര് വന്നു. അതൊരു ചരിത്രത്തിന്റെ ഒരു തിരിച്ചടിയാകാം. അതായത് അന്ന് ഗൺമോൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ എതിർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു നേതാവ് ഈ 2 ഗൺമോന്മാരുടെ പ്രവൃത്തി കൊണ്ട് അവരും ബുദ്ധിമുട്ടി. എളുപ്പമല്ല പോലീസിനെ നേരെയാക്കാൻ. ഞാൻ കേരള പോലീസ് നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു 2-3 തലം പറയാം. അതിനെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആഭ്യന്തരമന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ വിജയം. ഒന്നാമത്തേത്, പോലീസിൽ വലിയ രാഷ്ട്രീയവൽക്കരണം നടന്നിരിക്കുകയാണ്. പോലീസ് 100% രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സേനയാണ് കേരളത്തിലുള്ളത്. അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിന്റെ ഉത്തരവാദി. കേരളത്തിലെ അധ്യാപകരെ, NGOമാരെ, പോലീസിനെ, ഇതിനെയൊക്കെ കടുത്ത രാഷ്ട്രീയ അന്ധത ഇവർക്കൊക്കെ ഉള്ള കണ്ണടകൾ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ കണ്ണട ധരിച്ച് അവർക്ക് അതൊരു ശീലമായി. ഇനി അത് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയാൽ അത് ആ കണ്ണട മാറ്റി വേറൊരു കണ്ണട എടുത്ത് വെക്കുകയായിരിക്കുമോ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണം. പോലീസിലെ ക്രിമിനൽ വൽക്കരണവും വ്യാപകമായ അഴിമതിയും. സർക്കാരിന്റെ കണക്ക് അനുസരിച്ച് തന്നെ അതിഗുരുതരമായ, അതായത് ബലാത്സംഗം, കൊലപാതകം എന്നൊക്കെ പറയുന്ന കൊലപാതക ശ്രമം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കേസുകൾ നേരിടുന്ന ഏതാണ്ട് 973 950-ലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. മോഷണ ശ്രമം നടത്തിയ പോലീസുകാരുണ്ട്. പിന്നെ ആൾക്കാരെ വെറുതെ പീഡിപ്പിക്കുന്നതിൽ രസം കാണുന്ന മാനസിക വൈകല്യമുള്ള പോലീസുകാർ. ഇതൊക്കെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുമോ? എനിക്ക് സംശയം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പിന്നെ രാഷ്ട്രീയവൽക്കരണം, രണ്ടാമത്തേത് പോലീസിലെ അഴിമതി. ADGP റാങ്കിലിരിക്കുന്ന മിസ്റ്റർ അജിത് കുമാറിന് അയാൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു SP ആയിരുന്ന സുജിത് ദാസ് ആണ് ഈ ആരോപണം ഉന്നയിച്ചത്. അതായത് പോലീസിൽ സേനയിലെ അച്ചടക്കരാഹിത്യം. അപ്പം അഴിമതി മാത്രമല്ല, അച്ചടക്കരാഹിത്യം. പോലീസിന് പിന്നെ ഈ പറയുന്ന കേരളത്തിലെ കൊട്ടേഷൻ എന്ന് പറയുന്ന ഗുണ്ടാ സംഘങ്ങളും കള്ളക്കടത്തുകാരും അഴിമതിക്കാരും അടങ്ങുന്ന ഒരു നെക്സസ് പ്രവർത്തിക്കുന്ന പോലീസ്. ഇതിനെ തകർക്കാൻ പറ്റുമോ? എളുപ്പമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പോലീസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് എത്രത്തോളം ഉണ്ട്. ഇപ്പൊ പോലീസ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ പോലീസ് പഴയകാലത്തെ പോലീസിനെ പോലെ അന്വേഷണവും നടത്തിയല്ല. ആ പരിസരത്തൊക്കെ പോയിട്ട്
അവിടുത്തെ CCTV ഫൂട്ടേജ് ഉണ്ടോ എന്ന് നോക്കും. CCTV റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വരും. അതെടുത്തോണ്ട് വന്നാലും കള്ളനെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ജോലി പരാതിക്കാരനായിരിക്കും. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി വേണം പോലീസ്. അതില്ലെങ്കിൽ ഇന്നത്തെ പോലീസ് കൈയും കാലും വിലങ്ങ് വെച്ച അവസ്ഥയിലായിരിക്കും പോലീസിൻ്റെ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ എത്ര ലോങ് പെൻഡിങ് വാറന്റുകളുണ്ട്? ശരിക്കും ധനകാര്യസ്ഥിതിയെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിന്റെ ക്രമസമാധാനത്തെക്കുറിച്ചും ശ്രീ രമേശ് ചെന്നിത്തല ഒരു കൃത്യമായ അവലോകനം നടത്തണം. ധവളപത്രം ക്രമസമാധാനം ആയതുകൊണ്ട്, അതൊരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് ആ ധവളപത്രം ഇറക്കിയാൽ ഒരുപാട് ആൾക്കാരുടെ മുഖം മൂടി പിച്ച് ചീന്തുമെന്നുള്ളതുകൊണ്ട് അത് ഉടനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു അവലോകനം നടത്തി കൃത്യമായ ഒരു റെക്കോർഡ് അദ്ദേഹത്തിന്റെ കൈവശം വേണം. പോലീസ് എത്ര പ്രതികളാണ് കേരളത്തിൽ പോലീസ് വാറന്റ് അയച്ചിട്ടും കീഴടങ്ങാത്ത, അല്ലെ പോലീസ് പിടിക്കാതെ ഉള്ളത്? സാക്ഷാൽ സുകുമാരക്കുറുപ്പി തുടങ്ങുന്ന അതിനു മുമ്പുണ്ടായിരിക്കും. പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള കേസുകളിൽ പോലീസ് കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എനിക്കറിയാം, ഒരു മുൻ പത്രപ്രവർത്തകനായ മാവേലിക്കര രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും കാണാതായി. ആകാശവാണിയിൽ കേരളത്തിലും പ്രത്യേകിച്ച് ഡൽഹിയിൽ ചെന്നാൽ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ അതിഥികളായിരുന്ന ഒരു കാലഘട്ടമാണ്. ആ മാവേലിക്കര രാമേന്ദ്രൻ ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയാമോ? അദ്ദേഹം മരിച്ചെങ്കിൽ മരിച്ചെന്ന് കണ്ടുപിടിക്കട്ടെ, പോലീസിന് പറ്റിയിട്ടില്ല. ഞാൻ 2 മാധ്യമപ്രവർത്തകരുടെ പേര് പറയുന്നത്, അത് കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ അതിന്റെ ആ ഒരു പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ്. സോണിയം ഭട്ടതിരിപ്പാട്, മനോരമയിലും ഒടുവിൽ ഇന്ത്യ വിഷന്റെ ന്യൂസ് എഡിറ്ററായിട്ടിരുന്ന സോണിയം ഭട്ടതിരിപ്പാടിനെ കാസർഗോഡ് വെച്ച് കാണാതാവും. ഞാൻ കണ്ടോ, ഇവിടെ അദ്ദേഹത്തിന്റെ വീട് ചെറുവത്തൂരാണെന്ന് തോന്നുന്നു. അവിടെ എവിടെയോ പിന്നെ അദ്ദേഹം മൂകാംബിയെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കാണാതായി. കേരളത്തിൽ 100 കണക്കിന് ആൾക്കാർ കാണാതാകും. ഇവർക്ക് എന്ത് സംഭവിക്കും? കേരളത്തിൽ അവയവ കച്ചവട മാഫിയ ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. കേരളത്തിൽ കുപ്രസിദ്ധ തീവ്രവാദ സംഘടനകളായ ISIS, ലഷ്കർ-ഇ-തയ്യബ, അതുപോലെ തന്നെ മറ്റു പല തീവ്ര സംഘടനകൾ, ഇവർക്കൊക്കെ കേരളത്തിൽ ആഴത്തിൽ വേരുണ്ട്. ലോകത്തിൽ നടക്കുന്ന പല കാബൂളിൽ തീവ്രവാദ ആക്രമണം നടന്നപ്പോൾ, ഒരു ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. സിറിയയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മലയാളി സാന്നിധ്യം. ശ്രീലങ്കൻ സൈനിക മേധാവി പറഞ്ഞു, ശ്രീലങ്കയിൽ ഈസ്റ്റർ സ്ഫോടനം നടത്തിയവർക്ക് കേരളവുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലെ തീവ്രവാദത്തിന്റെ വേരുകൾ അത്ര ആഴത്തിലാണ്. അടുത്തത് മയക്കുമരുന്ന് ഒരുപക്ഷെ NDPS ആക്ട് അനുസരിച്ച് എടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ കേസ് എടുത്തിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്നുള്ള വാർത്തകളുണ്ട്. അപ്പൊ ഇതെല്ലാം പോലീസിന്റെ സഹായം ഇല്ലാതെ നടക്കത്തില്ല. പോലീസില് ഇത്തരം സംഘങ്ങൾ വേരുറപ്പിച്ചിട്ടുണ്ട്. കേരള പോലീസിനെ സംബന്ധിച്ച് മറ്റു ഒരു വലിയ ആരോപണം, കേരള പോലീസിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഫ്രാക്ഷൻസ് കേരള പോലീസിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പം ഇതൊക്കെ ഈ ആരോപണങ്ങളിലൊക്കെ പെട്ട് പലരെയും സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസ് ചെയ്യുകയും വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പോലീസിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഭീകരം എന്ന് പറഞ്ഞാൽ ഭീകരതയ്ക്ക് അതൊരു നാണക്കേടായിരിക്കും. അതിനും അപ്പുറമാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തലവേദനയായിരിക്കും. എന്തായാലും ചന്ദ്രശേഖരനെ പോലെ പരിചയസമ്പന്നനും ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം അഡ്വൈസർ ആക്കിയതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ ഈ പറയുന്ന കേരള പോലീസിലെ താപ്പാനകൾ സമ്മതിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് കേരളത്തിലെ ഈ കോൺഗ്രസിലുള്ള ഈ ഗ്രൂപ്പ് വഴക്ക്. അപ്പോൾ അതോടെ കണക്കിലെടുക്കുമ്പോൾ ഈ ചന്ദ്രശേഖരനെ ആദ്യം തന്നെ അവർ അട്ടിമറിച്ച് ചന്ദ്രശേഖരന്റെ കൈയും കാലും കെട്ടും, അവിടെ ഇരുത്തുകയാണ്. അതായത് അദ്ദേഹം ഫയലുകൾ വിളിച്ചു വരുത്താനുള്ള അദ്ദേഹത്തിന്റെ അധികാരത്തിന് എതിരെ ഇപ്പൊ വലിയ വാർത്തകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ അടുത്തത് പറയും സർവീസിൽ ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണ്. സർവീസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണല്ലോ. കേരളത്തിന്റെ DGP റാങ്കിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണല്ലോ. കേരളത്തിലെ അത്രയൊന്നും അധികം കാലമായിട്ടില്ല അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട്, നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരാളിനെ ഞാൻ കാണുന്നത് തൽക്കാലത്തെ അവസ്ഥയിൽ ഭേദപ്പെട്ട ഒരു വ്യക്തി, ഒരു ഓഫീസറായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ സേവനം യഥാർത്ഥ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തേത്, കേരള പോലീസിലെ അഴിമതിക്കാരല്ലാത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ലോ ആൻഡ് ഓർഡറിലും അതുപോലെ താക്കോൽ സ്ഥാനത്തും അവരെ വെക്കുക. അല്ലാത്തവരെയൊക്കെ വല്ല കോർപ്പറേഷനിലോ മറ്റതിൻ്റെയൊക്കെ പിന്നെ ചുമതല നൽകി അവരെ പറഞ്ഞ് അവർക്ക് അങ്ങോട്ട് മാറ്റി നിർത്തുക. ഒറ്റയടിക്ക് കേരള പോലീസിനെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തര മന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പോലീസിനെ കുറിച്ച് സാമാന്യമായ ഒരു ജ്ഞാനമുണ്ട്. പോലീസിൽ നിലനിൽക്കുന്ന അഴിമതികളെക്കുറിച്ചും പോലീസിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഒരു ധാരണയുള്ള വ്യക്തിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് സ്പിരിറ്റ് കച്ചവടക്കാരെ നിയന്ത്രിച്ചിരുന്ന കാലമല്ലിത്. അവരെക്കാൾ അധികം കൈകൾ നീളുന്ന, അവരെക്കാൾ അധികം സ്വാധീനശേഷിയുള്ള മയക്കുമരുന്ന് മാഫിയയാണ് ഇപ്പോൾ. മയക്കുമരുന്ന് മാഫിയയും തീവ്രവാദ ഗ്രൂപ്പുകളും പരസ്പരം ബന്ധപ്പെട്ടാണ് ലോകത്ത് എല്ലായിടവും പ്രവർത്തിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നല്ല ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ PS പ്രൈവറ്റ് സെക്രട്ടറി ഹരി പി നായർ, അദ്ദേഹം നല്ല റിസോഴ്സ്ഫുള്ളായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. മറ്റുള്ളവരെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. നല്ല ഉദ്യോഗസ്ഥന്മാരും കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ കാണുമായിരിക്കും. കഴിവില്ലാത്തവരായാലും കുഴപ്പമില്ല. അവിശുദ്ധ ബന്ധങ്ങളില്ലാത്തവരെ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇന്നർ സർക്കിളിൽ നിർത്താൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് പുതുതായിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഏതായാലും 1 വർഷം അവിടെ ആ വകുപ്പിലിരുന്ന് അദ്ദേഹം ഭരിക്കട്ടെ. ഭരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്. കാരണം പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. കടുത്ത തീരുമാനങ്ങൾ എടുത്ത് വിജയിപ്പിക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ യശസ് വാനോളം ഉയരും. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന കാലത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് റിട്ടയർ ചെയ്യുക ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ. നേരെ മറിച്ച് അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ള ഇമേജ് കൂടെ നഷ്ടപ്പെട്ടു പോകും ഈ 5 വർഷത്തിനിടയിൽ. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ ആളല്ല. പക്ഷേ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശരി ചെയ്താൽ പിന്തുണയ്ക്കുകയും തെറ്റ് ചെയ്താൽ വിമർശിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഇനിയുള്ളത് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.